പന്നിയുണ്ട് കേട്ടോ, നല്ല പന്നിയുണ്ട് ഇവിടെ. ഇവിടെ കേട്ടോ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. പിന്നെ നമ്മൾ വന്നിരിക്കുന്ന സ്ഥലം ഇത് നമ്മൾ ഒരു കഴിഞ്ഞ കൊല്ലം സൽമയും കൊണ്ട് വന്ന അതേ സ്ഥലമാണ്. നമ്മളിവിടെയായിരുന്നു ഇതൊക്കെ മറച്ച് നല്ല വൃത്തിയായിട്ട് ഇവിടെ കിടക്കാൻ സെറ്റപ്പിലൊരു ഇത് ഉണ്ടാക്കിയത്. അതൊക്കെ ഇപ്പോൾ പൊളിഞ്ഞു പോയി. അതിൻ്റെ മരങ്ങളും കമ്പുകളൊക്കെ ഇവിടെ കിടപ്പുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു വർഷമായിട്ടുണ്ടാവും നമ്മൾ വന്നിട്ട്. അപ്പോൾ അതേ സ്ഥലത്ത് തന്നെയാണ് സൽമയും കൊണ്ട് വന്നത്. സൽമയും കൊണ്ട് ഞാൻ ഉച്ചയ്ക്ക് വന്ന കേട്ടോ. എന്നിട്ട് ഞാൻ വീട്ടിൽ പോയി സാധനങ്ങളൊക്കെ പിന്നെ എടുത്തുകൊണ്ട് വന്ന് അങ്ങനെയൊക്കെയാണ് നമ്മളിവിടെ എത്തിയത്. നമുക്ക് ഇവിടെ നല്ലൊരു സെറ്റപ്പിൽ ഒരു വീടുണ്ടാക്കി ക്യാമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ എന്തായാലും ഞാൻ സൽമയൊക്കെ ഒന്ന് കെട്ടി ഈ കാടൊക്കെ ഒന്ന് വൃത്തിയാക്കി ഒന്ന് സെറ്റാക്കട്ടെ കേട്ടോ. എന്നിട്ട് ബാക്കി ഇല്ലേ സൽമ? ഇല്ലേ, എന്താണ്? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. സൽമ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇന്ന് നടന്ന് വന്നതിൻ്റെ ഒരു ക്ഷീണമുണ്ട്. കുഴപ്പമില്ല, മാറിക്കോളും. എന്തായാലും സൽമ ഇവിടെ തന്നെ കെട്ടിയിടാം. സൽമ അവിടെ ഇവിടെയൊക്കെ പോയി തിന്നട്ടെ. ഇത് നമ്മളെ സൽമയ്ക്ക് വെള്ളം കൊടുക്കണ പാത്രം. നമ്മുടെ വെള്ളം ഒക്കെ എടുത്തുകൊണ്ട് വന്നു. നമുക്കിനി ഇവിടെ ആകെ വൃത്തിയാക്കണം. സമയമാണെങ്കിൽ പോയി. നമ്മളൊരു കാര്യം മറന്നു. നമുക്ക് ലൈറ്റ് ഉണ്ടായിരുന്നു. ലൈറ്റ് ഒരെണ്ണം എടുത്തുള്ളൂ. അതുകൊണ്ട് ഈ കാട്ടിൽ സെറ്റാവുമോ അറിയില്ല. എന്തായാലും ഇത് ചെറിയൊരു കൈക്കോട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. ഇനി എന്തായാലും ഇവിടെ നിന്ന് വൃത്തിയാക്കട്ടെ കേട്ടോ. ഇവിടെ ഒരു ചെതൽപ്പുറ്റൊക്കെ ഉണ്ട്. പാമ്പൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമുക്കിവിടെ ഒന്ന് വൃത്തിയാക്കി നോക്കാമല്ലേ ആദ്യം. ലൈറ്റ് ഒരെണ്ണം ചെറുതായിട്ട് കത്തിച്ച് വെക്കാം അല്ലേ. നമ്മൾ ഒരു ലൈറ്റേ കൊണ്ടുവന്നുള്ളൂ. ഇത് പവർ ബാങ്ക് ആട്ടോ. എന്തായാലും ഇതൊന്ന് കത്തിച്ച് വെക്കാം. ഇതിനകത്തൊക്കെ എന്തെങ്കിലും ഉണ്ടോയെന്ന് പോലും അറിയില്ല കേട്ടോ. അത്രയ്ക്ക് ഇരുട്ടോ. നമുക്ക് ആ വിളക്കൂടി കത്തിച്ച് വെക്കാം അല്ലേ. സൽമാ അവിടെ നിന്നട്ടാ. ഇതൊക്കെ കഴിഞ്ഞ വർഷം നമ്മൾ ക്യാമ്പ് ചെയ്തതിൻ്റെ കമ്പുകളാട്ടോ. ഇവരൊക്കെ അടച്ചു കെട്ടിയൊരു വീട് പോലെ ഉണ്ടാക്കിയിരുന്നു നമ്മളന്ന്. ഇവരൊക്കെ കൈയിട്ട് മാന്താൻ തന്നെ പേടിയാ, എന്തെങ്കിലും ഉണ്ടാവും. ഇതൊക്കെ കുറേശ്ശെ ഇവിടെ ഇട്ടങ്ങ് കത്തിച്ചാലോ. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങ് പോയിക്കോളും.
പിന്നെ ഏകദേശം വൃത്തിയായിട്ടുണ്ട്. നമുക്കെന്തായാലും ഇവിടെ കിടക്കാനുള്ളൊരു സെറ്റപ്പ് ആക്കാം. എന്നിട്ട് നാളെ നമുക്ക് ഈ ചുമര് ഈ സൈഡ് മറിച്ച് ചെളി കൊണ്ട് തേച്ചൊരു വീട് പോലെ, ഒരു മൺവീട് പോലെ ആക്കണം. നല്ല AC ഉള്ള തണുപ്പുള്ള വീട്. എന്തായാലും വൃത്തിയാക്കി ഇവിടെയൊക്കെ ഒന്ന് സെറ്റാക്കട്ടെ കേട്ടോ. നമുക്കെന്നിട്ട് കുക്ക് ചെയ്യണം. വിറക് പോരാ, ഇനിയിപ്പോൾ അപ്പോഴത്തേക്ക് സമയം നോക്കാമല്ലേ. തൽക്കാലം നമ്മൾ അടുപ്പ് ഇവിടെ തന്നെ സെറ്റ് ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ ബാഗും സാധനങ്ങളൊക്കെ കയറ്റി വിരിച്ച് എനിക്ക് സേഫായിട്ട് തോന്നണില്ല ഇവിടെ. എന്താ പറയുക, നമ്മൾ ആ വെളിച്ചത്തിൽ മര്യാദയ്ക്ക് ശരിക്കും ഇതിനകമൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ എന്താ വെച്ചാൽ ഇവിടെ ഒരു ചതൽപ്പുറ്റൊക്കെ ഉണ്ട്. അപ്പോൾ സാധനങ്ങളൊക്കെ എന്തായാലും അങ്ങോട്ട് കയറ്റി വെക്കാം. വിറക് നമ്മളെന്തായാലും കുറച്ച് കൊണ്ടുപോയി എടുക്കേണ്ടി വരും. തൽക്കാലം ഇത് മതി. ബാ ഇവിടെ തിരി കിട്ടും. എന്തായാലും സൽമ ഇവിടെ നിന്നാൽ മതി, ദൂരോട്ട് പോകണ്ട. ഇത് സൽമയ്ക്ക് കുടിക്കാനുള്ള വെള്ളമാണ്. ഇങ്ങോട്ടോ ഇവിടെ നിന്ന് കേട്ടോ. വെള്ളം വേണമെങ്കിൽ കുടിച്ചോ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ അല്ലേ കേട്ടോ. ഞാൻ വിറക് കത്തിക്കട്ടെ, തീ കത്തിച്ചിട്ട് ചോറുണ്ടാക്കട്ടെ കേട്ടോ. എന്നിട്ട് കഞ്ഞി തരാം കേട്ടോ. വിറക് ഇത് പറ്റൂല, വെറും തൊലിയാണ്. ഇതൊക്കെ മണ്ണ് ഇതായിട്ടേ. തീ എന്തായാലും കത്തി റെഡിയായി. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി മീൻകറിയും ചോറും കേട്ടോ. മീൻകറിയും ചോറും തിന്നിട്ട് കുറേ ആയി. നല്ല വിശപ്പും ഉണ്ട്, നല്ല ക്ഷീണമുണ്ട്. എന്താ വെച്ചാൽ സൽമയെ ഞാൻ കൊണ്ടുവന്നത് നമ്മളവിടുന്ന് ഏകദേശം 9-10 കിലോമീറ്ററോളം ഉണ്ട്. ആ 10 കിലോമീറ്ററിൽ ഒരു 7 കിലോമീറ്റർ ഞാൻ നടന്നു കാണും. ബാക്കി 3 കിലോമീറ്ററേ സൽമയുടെ പുറത്ത് കയറി വന്നിട്ടുള്ളൂ. അത് നമ്മുടെ വണ്ടിമലയും ചാനലിൽ വരും. അത് ഞാൻ സൽമയെ എങ്ങനെയാണ് കൊണ്ടുവന്നെന്നുള്ളത് വണ്ടിമലയും ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അവൻ്റെ ചാനലിലുണ്ടാവും കേട്ടോ, അതൊന്ന് കണ്ടു നോക്കണേ. സൽമ അവിടെ നിന്നോ. ഇതിപ്പോൾ സംഭവം നമ്മളിന്നിപ്പോൾ കിടക്കുന്ന സ്ഥലം വലിയ സേഫുള്ള സ്ഥലമൊന്നുമല്ല. എന്താ വെച്ചാൽ നമ്മളിതിൻ്റെ പകലേ ഇതിൻ്റെ ആ ഒരു ഇത് കണ്ടില്ല നമ്മൾ എങ്ങനെയാണെന്നുള്ളത്. നല്ല പുകയുണ്ടല്ലോ. കുറച്ച് ഉപ്പിട്ട് കൊടുത്താലേ കുറച്ച് വേഗം ചിലപ്പോൾ തക്കാളി ഉള്ളിയൊക്കെ വേവും.
ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ വന്ന് കിടക്കാന്നേ ഉള്ളൂ കേട്ടോ. എന്താ വെച്ചാൽ നമുക്ക് നാളെ ഇത് ഇവിടെ ഈ സൈഡും ആ ബാക്ക് സൈഡും ഒക്കെ മറച്ച് ഒരു വീട് പോലെ മണ്ണ് വെച്ച് ഒരു ചുമരുണ്ടാക്കണം. അങ്ങനെ മണ്ണും ചെളിയൊക്കെ വെച്ച് തേച്ച് നല്ല സെറ്റപ്പിൽ ഉണ്ടാക്കണം ഈ സൈഡൊക്കെ. വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്, എന്നാലും ഇഞ്ചി ഇട്ടിട്ടില്ലല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ പേസ്റ്റ് കുറച്ചിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഫിഷ് മസാല ഇട്ട് കൊടുക്കാം. കേട്ടോ, എന്നാ വെള്ളം വേണേ കുടിച്ചോ. ഞാൻ മീൻ കഴിയട്ടെ. കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കഴുകാം അല്ലേ. ഹായ് വാ, സെറ്റാവുണ്ട്. നമ്മുടെ മീൻകറി എന്തായാലും സെറ്റാവട്ടെ അല്ലേ. ആ സൈഡിൽ കൂടെയൊക്കെ വല്ലതും പാഞ്ഞു വരും എന്നുള്ളതാണ് പേടി. എന്താ വെച്ചാലേ ചെറിയ റൂട്ടുകളുണ്ടാവും, മുള്ളപ്പന്നി ചെറിയ പന്നികളൊക്കെ സ്ഥിരം വരുന്ന പോലെ അങ്ങോട്ട് വരും. കഴിഞ്ഞ വട്ടം ഞാൻ ക്യാമ്പ് ചെയ്തപ്പോൾ എനിക്ക് അങ്ങനെ സംഭവിച്ചാൽ ആ സൈഡിൽ കൂടെ ഒരൊറ്റ പാച്ചിലങ്ങോട്ട് പാഞ്ഞു. അത് എനിക്ക് തോന്നുന്നത് പെരിച്ചാഴിയാണോ എന്തോ ഒരു സാധനം പാഞ്ഞു. നമ്മുടെ സതീശ് പറഞ്ഞ പോലെ കുടിക്കാൻ കുറച്ച് വെള്ളം കുപ്പിയിലാക്കി വെക്കണം. ഇത് വലിയ പാടാ. നമ്മുടെ മീൻകറി ഏകദേശം തിളച്ചു. മീനിട്ടാലോ? തിളച്ചു, മീനിടാല്ലേ. എന്താടി, ചോറായിട്ട് തരാം കേട്ടാ. ഒന്നുമില്ല കയ്യിൽ, മീനാണ്. കടിക്കല്ലേ, മീനായിട്ട് തരാം കേട്ടാ. അയ്യോ, ചോറായിട്ട് തരാം കേട്ടാ. ഇന്ന് നമ്മുടെ സൽമയ്ക്ക് കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ടാവും. എന്താ വെച്ചാൽ കുറച്ച് നടത്തി കൊണ്ടുവന്നില്ലേ, 5-6 മാസമായി ഇതുപോലെ നടത്തിയിട്ടും ഇറക്കിയിട്ടൊക്കെ. അപ്പോൾ അതിൻ്റേതായ ഒരു ചെറിയ പ്രശ്നം ഉണ്ടാവും. എന്താണ് തെറ്റിയാ? ഡി സൽമ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. എന്താണ് തെറ്റിയാ? ചോറ് വെക്കാനുള്ളത് കുക്കറിനകത്ത് വെക്കാം അല്ലേ. കുക്കറിലാകുമ്പോൾ 2 വിസിലടിച്ചാൽ ഓക്കെ ആയില്ലേ. പിന്നെ നമ്മളുടെ അടുത്തേ
മറ്റേ ഡീസൽ ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ കിടക്കാൻ നേരത്ത് സൈഡിൽ കൂടെ കുറച്ച് ഒഴിച്ചിട്ട് വേണം കിടക്കാൻ. അതായത് നമ്മളെ സുഹൃത്തുക്കൾ ആദ്യമൊക്കെ ഇങ്ങനെ കമൻറ്റ് ചെയ്യുമായിരുന്നു ഇങ്ങനെയുള്ള സ്ഥലത്ത് കിടക്കുമ്പോഴേ. ഇവിടെയൊക്കെ അത്യാവശ്യമാണ്. എന്താ വെച്ചാൽ നമുക്ക് പകലൊന്നേ കണ്ട് മനസ്സിലാക്കാൻ പറ്റിയില്ല, അപ്പോഴത്തേക്ക് ഇരുട്ടായിപ്പോയി. ഒന്നുകൂടി വെള്ളം വറ്റാണ്ട്, വെള്ളം വറ്റിയ സംഭവം സെറ്റ്. അടിപൊളി. എന്തെങ്കിലും ഉണ്ടാവും, പന്നിയൊക്കെ ഉണ്ടാവും. അവരെ സ്ഥിരം റൂട്ടിൽ നമ്മൾ വന്ന് ടെൻ്റ് അടിച്ച് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കിടക്കണ്ടേ അല്ലേ. എന്തായാലും വലിയൊരു തണുപ്പ് തോന്നണില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിലായതുകൊണ്ടാണെന്ന് അറിയില്ല, പക്ഷെ അല്ലെങ്കിൽ ഈ സമയത്തൊക്കെ ഭയങ്കര തണുപ്പ് വരേണ്ടതാണ്. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ തണുപ്പ് വരും. നമുക്കെന്തായാലും രാത്രി കുറച്ചുകൂടി വിറക് എവിടെയെങ്കിലും കിട്ടുമോ നോക്കണം, ഒന്ന് കത്തിക്കാനേ. സംഭവം സെറ്റായി വരുന്നുണ്ട് കേട്ടോ, അടിപൊളി. അയ്യോ സെറ്റ്, അടിപൊളി. കറി ഏകദേശം ആയി തുടങ്ങി. നമുക്കെന്തായാലും അരി കഴുകി അടുപ്പിലിടാം അല്ലേ. ഈ വെള്ളം സൽമാൻഡയിൽ വയ്ക്കാം അല്ലേ. അപ്പം നമ്മുടെ കറി ഏകദേശം ആയിട്ടുണ്ട്. നമ്മളിത് ഇറക്കി വെക്കാൻ പോവാണ്. ഇവിടെ ഇരിക്കട്ടെ. കറി സെറ്റായി. ഇനി നമ്മുടെ അരി അടുപ്പത്ത് വെച്ചാൽ നമുക്ക് കഴിക്കാം. നമ്മുടെ കറിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. രണ്ട് വിസിൽ മതിയാവും. റേഷനരിയാ അല്ലേ. എനിക്കും ഇന്ന് ക്ഷീണമാണ്, നമ്മുടെ സൽമയ്ക്കും ഇന്ന് ക്ഷീണമാണ്. എന്താ വെച്ചാൽ നമ്മളാ നടത്തം ആ കയറ്റവും അതും ഇതൊക്കെ കുറേ നടന്നില്ലേ. എന്താ വെച്ചാൽ നമ്മളങ്ങനെ നടക്കുന്നില്ലല്ലോ. നമ്മൾ ജസ്റ്റ് ഒന്ന് ആ കടയിൽ പോകണ പോലും സ്കൂട്ടി എടുത്തിട്ടല്ലേ പോവുക. 8-9 കിലോമീറ്റർ നടന്നപ്പോഴേ ആകെ ബോഡിയൊക്കെ ടയർഡാ. നല്ലോണം ഉറങ്ങും. എന്തൊച്ച കേട്ടാലും എണീക്കൂല, അത്രയും ഉറങ്ങും. ഒച്ചയൊന്നും കേൾക്കാതിരുന്നാൽ മതിയില്ലേ. ഒരു ആ സൈഡ് ഒരു പ്രശ്നമാണ്. എന്താ വെച്ചാൽ വെറും കാടാണേ, കൊടും കാടാ. കുഴപ്പമില്ല. എന്തായാലും മതി. അയ്യോ വിസിൽ കൂടിയോ, 3 വിസിലടിച്ച്. കുഴപ്പമില്ല അല്ലേ. അപ്പോൾ ആ പരിപാടി കഴിഞ്ഞ് ഇനി നമുക്ക് രാത്രിത്തേക്ക് കുറച്ച് വിറക് വേണം. അതാണ് ഇപ്പോൾ ഒരു മെയിൻ പാട്. നമുക്ക് നമ്മുടെ ചോറ് ഊറ്റിയാലോ. നോക്കാല്ലേ.
അയ്യേ വെന്തിട്ടില്ല. ശേ, ഒരു വിസിലൂടി വേണം. സൽമക്ക് നമ്മൾ കൊടുക്കുന്നത് ഗോതമ്പ് തവിട് കേട്ടോ. ഗോതമ്പ് തവിട് വെള്ളത്തിൽ മിക്സ് ആക്കിയിട്ട് അങ്ങനെയാണ് കൊടുക്കുക. സൽമ ഇടുക. ചോറ് 3 വിസിലെങ്ങാണ്ട് അടിച്ചിപ്പോ. പായസാവോ? ഇടുക ഇടുവാ. തിന്നെ, ഞാൻ ചോറ് നോക്കട്ടെ കേട്ടോ. ഇനി ഇവിടെ നിന്നോ, ചൂടാറുമ്പോൾ നമ്മളെടുത്ത് മുങ്ങിക്കോളാം. അവിടെ വെച്ചാട്ടാ. വേഗം കഴിക്കും സൽമ. എന്താ അങ്ങോട്ട് വെക്ക്. എങ്ങോട്ട് പോണത്? ഞാൻ വിറക് നോക്കാൻ പോയതല്ലേ. എന്താണ്? ബാ ഇങ്ങോട്ട് ഇവിടെ നിന്നാട്ടാ. വിറകൊന്നുമില്ല കേട്ടാ. വിറകൊന്നുമില്ല. ഒന്നുമില്ലടി. കഴിച്ചില്ലേ? പിന്നെന്താ? കഴിച്ചില്ലേ? എന്താണ്? ഒന്നുമില്ല. നമുക്ക് ചോറ് നോക്കാം. ചോറായിട്ടുണ്ടാവും. വിറക് ഒരു കഷ്ണം പോലും ഇല്ല. ഉണ്ട്, ദൂരോട്ടൊക്കെ പോയാൽ കിട്ടും. പക്ഷേ ദൂരോട്ട് പോകാനൊരു പേടി. അപ്പോൾ ഉള്ളത് വെച്ച് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മുടെ ചോറെന്തായി നോക്കട്ടെ. അയ്യോ, പായസം പോലെ ആയടോ. ഉണ്ടോ? സാറില്ലല്ലേ, കഞ്ഞിയൊക്കെ കുടിക്കാം. സംഭവം കഞ്ഞി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എങ്ങനെയല്ലോ അത് കഴിക്കുക തന്നെ. നല്ല കഞ്ഞി, നല്ല മീൻകറി. അടിപൊളി. മീൻകറി സെറ്റായിട്ടാ. ഇനി കുറച്ച് ഉപ്പിടുക. ആയിവാ സെറ്റ്. ഓ, ഒരു രക്ഷയില്ല കേട്ടോ. നല്ല ടേസ്റ്റ്. ആയിവാ മീൻകറി പൊളിച്ച്. കുറച്ച് തൈരും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കഞ്ഞിയിലൊഴിച്ചൊരു പിടി പിടിക്കായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എത്രയോ നാളുകളായി ഇതുപോലെ വയറ് നിറച്ച് ക്യാമ്പിങ്ങിന് പോകുമ്പോൾ എന്തെങ്കിലും കഴിച്ചിട്ട്. ഇന്നെന്തായാലും കഞ്ഞി
ബാക്കിൻ്റെ കാര്യം തന്നെ എന്താ അറിയോ, നമ്മൾ നാളെ മറ്റന്നാളൊന്നും വീട്ടിൽ പോവില്ല. ഇനിയിപ്പോൾ 2-3 ദിവസം ഇവിടെ തന്നെ ആയിരിക്കും. എന്താ വെച്ചാൽ ചിലപ്പോൾ നാളത്തോണ്ട് ചിലപ്പോൾ ഇതിൻ്റെ പണി തീരൂല, നമ്മുടെ ഈ വീടിൻ്റെ പണിയേ. അപ്പോൾ ചിലപ്പോൾ മറ്റന്നാൾ നിൽക്കേണ്ടി വരും. അപ്പോൾ നമ്മളെന്തെങ്കിലും കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്നാമത് ക്ഷീണമാണ്, അതിൻ്റെ ഇടയിൽ ആകെ ക്ഷീണമായിപ്പോയി. എന്തായാലും ഞാനത് കുറച്ച് കഴിക്കട്ടെ കേട്ടോ. കുറച്ച് സമയം എടുക്കും ആസ്വദിച്ച് കഴിക്കാനാണ്. ശരിക്കേ ഈ കഞ്ഞി കുടിച്ച് കഴിഞ്ഞപ്പോൾ വേർത്ത് ഞാൻ. എൻ്റെ പൊന്നോ, അടിപൊളി മീൻകറി എന്ന് പറഞ്ഞാൽ സെറ്റപ്പ് മീൻകറി ബാക്കി ഉണ്ട് കേട്ടോ. അതെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫുഡടി സെറ്റായിട്ടോ, അടിപൊളി, ഒരു രക്ഷയില്ല, നല്ല ടേസ്റ്റ്. അപ്പോൾ മീൻകറി എവിടെ എടുത്ത് വെക്കുക, ബാക്കിയുള്ള എടുത്ത് വെക്കാൻ നമുക്കൊരു ഉറി പോലെ കെട്ടിയിട്ട് ഇവിടെ കിട്ടിയാലോ, നോക്കാമല്ലേ. എന്തായാലും പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി സെറ്റാക്കട്ടെ. നമുക്ക് നമ്മുടെ മീൻകറി ഒരു ഉറി പോലെ ഉണ്ടാക്കണം. അതിന് നോക്കട്ടെ, ഇങ്ങനൊരു കയറ് കേട്ടോ. ഈ കയറ് ഇവിടെ മുറിക്കുക. അത് കഴിഞ്ഞ് ഇവിടെ ഒരു കയറിടുക. ആയി വാ, സെറ്റ്. നിൽക്കുമായിരിക്കൂല്ലേ? നമുക്ക് ഇനി ഇവിടെ ഒരു വടി വെച്ചിട്ട് സെറ്റാക്കണം. എന്നിട്ട് ഈ പായ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ പറഞ്ഞ പോലെ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻ്റ് എന്നേ പറയാൻ പറ്റുള്ളൂ, കുഴപ്പമില്ല. എങ്കിലും ഇവിടെ നിന്നോ, ഇങ്ങോട്ട് ഇങ്ങോട്ട് കയറി നിൽക്ക്. കെട്ടണോ? നീ കളയോ? ഇവിടെ നിന്നോട്ടോ, ഞാൻ ഇതൊക്കെ ഒന്ന് വിരിക്കട്ടെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം. പിന്നെ നാളെ നമുക്ക് നേരം വെളുത്ത് കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച്
വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, എന്നാലും പന്നിൻ്റെ ശല്യം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെ ഇതൊക്കെ വെച്ചതുകൊണ്ട് അങ്ങനെ പന്നിയൊന്നും വരില്ല എന്ന് വിചാരിക്കണം. എന്താ വെച്ചാൽ ചെറിയൊരു തടസ്സം മതി, പന്നി അങ്ങോട്ട് വരില്ല എന്നാണ് പറയണേ. ചെറിയൊരു വലയോ ഒരു വടിയോ എന്തെങ്കിലും വെച്ചാൽ ഇങ്ങനെ ബ്ലോക്ക് ആകുമ്പോൾ പന്നി വരില്ല എന്നാണ് പറയണത് കേട്ടോ. നമ്മൾ മെയിനായിട്ട് ഇവിടെ വന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെളി കൊണ്ട് ഒരു വീട് ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ്. നമ്മൾ ക്യാമ്പിങ്ങിൽ ഇതുവരെയും നമ്മൾ അങ്ങനെ ഒരു പരിപാടി ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ആ സൈഡൊക്കെ മറച്ച് ഇങ്ങനെ ഒരു പഴയ കാലത്തെ മണ്ണ് വീട് പോലെ നമുക്ക് അവിടെയൊക്കെ ഒരു വാതിലും ഒരു ജനലും ഒക്കെ വെച്ചിട്ട് അങ്ങനെ ചെയ്യാനാണ് പ്ലാന്. അപ്പോൾ എന്തായാലും രാവിലെ കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് നമുക്ക് നമ്മുടെ പണി തുടങ്ങണം. പിന്നെ ഇപ്പോൾ സൽമ അവിടെ സേഫാണ്, കുഴപ്പമില്ല. ഞാനും ഇവിടെ സേഫാണെന്ന് വിചാരിക്കുന്നത്, കുഴപ്പമില്ല. എന്തൊക്കെയോ സൗണ്ടുകൾ പുറത്തു കൂടെ നടക്കുന്നുണ്ട്, അത് നമ്മൾ മൈൻഡ് ആക്കണില്ല. മൈൻഡ് ആക്കി കഴിഞ്ഞാൽ പേടി വരും. ഉള്ളിൽ പേടി വന്നു കഴിഞ്ഞാൽ പിന്നെ ചെറിയൊരു സൗണ്ട് കേട്ടാലും നല്ല പേടിയായിരിക്കും. അപ്പോൾ എന്തായാലും അത് നമ്മൾ നോക്കണ്ട അല്ലേ. ഞാനെന്തായാലും ഇനി ഇതൊക്കെ ഒതുക്കിയിട്ട് നമ്മൾ സൈസ് ആവാം അല്ലേ. സൽമ അവിടെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. നമ്മുടെ സൽമ ഇവിടെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. എന്താ കാട്ടണ് അവിടെ എന്നാ തീട്ടോ. പുതപ്പൊന്നും അങ്ങനെ പുതച്ചു കൊടുത്തത് അങ്ങനെ പോകില്ല എന്ന് തോന്നുന്നുണ്ട്. എന്താ കാര്യം എന്ന് വെച്ചാൽ ഈ സൽമ അങ്ങനെ കിടക്കൊന്നുമില്ല, അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ലാന്ന് വിചാരിക്കണു. ഞാനിപ്പോൾ എന്തായാലും ഇതൊക്കെ ഒതുക്കിയിട്ട് എന്തായാലും കിടന്നുറങ്ങാനുള്ള പരിപാടിയാണ്. സൽമ അവിടെ സേഫാണ്, ഞാനിവിടെ സേഫാണ്. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ് കേട്ടോ. ബാക്കി രാവിലെ. കുറച്ച് കഴിയുമ്പോൾ എന്തായാലും കോട്ടിടേണ്ടി വരും. വിളക്ക് ഇവിടെ കിട്ടല്ലേ, വിളക്ക് ഈ സൈഡിൽ കത്തിക്കോട്ടെ. സൽമ അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ് കേട്ടോ. രാവിലെ കാണാം കേട്ടോ. സൽമ ദൂരോട്ട് പോകല്ലോ കേട്ടോ. ഹലോ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. തണുപ്പിൻ്റെ കാര്യം പറയാനൊന്നുമില്ല, സെറ്റപ്പ് തണുപ്പാണ്. നമ്മൾ സൽമയ്ക്ക് പുറത്തൊക്കെ വെച്ചു കൊടുത്ത് അതുപോലെ തന്നെ ഉണ്ട്, കുഴപ്പമില്ല. സൽമ എന്താണ് നിനക്കുണ്ടാ, നിനക്കുന്നുണ്ടാ, നിനക്കുണ്ടാ ഉണ്ടോടി. എന്തായാലും സൽമയെ ഞാൻ കുറച്ച് അഴിച്ചങ്ങോട്ട് കെട്ടട്ടെ, എന്നിട്ട് കുറച്ച് കട്ടൻ കാപ്പി ഇടണം. ഈ തണുപ്പത്ത് എന്താ സെറ്റപ്പ് കാപ്പി. അയ്യവാ, ഇത് പെട്ടെന്ന് ചൂടാറും ചെയ്യും കാപ്പി. നമ്മുടെ ഈ മൈക്കിൻ്റെ സാധനം എവിടെ പോയിന്ന് ഒരു പിടുത്തമില്ല. പക്ഷെ അതുണ്ടായതില്ലെങ്കിൽ അതില്ലാത്തതുകൊണ്ട് ശരിക്കും പറഞ്ഞ ഒരു സമാധാനം ഇല്ല. പക്ഷെ അത് പിന്നെ ഇതെങ്കിലും ഉണ്ടല്ലോ എന്നുള്ളൊരു സമാധാനമുണ്ട്. ഇതും കൂടി പോയിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ.
അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ അവസ്ഥ. പിന്നെ ഞാനും സൽമയും ഇവിടെ സക്സസ് ആവുകയാണെങ്കിൽ 2 ദിവസം ഇവിടെ തന്നെ ഉണ്ടാവും, ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്ത് വെച്ച് കാണാം. അപ്പോൾ ഇന്നിപ്പോൾ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല, വലിച്ചു നീട്ടണമില്ല. എന്താ വെച്ചാൽ കഴിഞ്ഞ വീഡിയോ ഒക്കെ ഒരുപാട് ലെങ്ത്തായി എന്ന് പറയുന്നുണ്ട് എല്ലാവരും. ശരിയാണ്, ഒരുപാട് ലെങ്ത്തായി. അത് എൻ്റെയും സതീശിൻ്റെയും കഥയൊക്കെ കൂടി കേട്ടിട്ടേ, അവൻ്റെ കഥ വേറൊരു സൈഡിൽ, എൻ്റെ കഥ വേറൊരു സൈഡിൽ. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം. അപ്പോൾ ഞാനെന്തായാലും കാപ്പിയും കുടിച്ചിട്ട് ഞാനും സൽമയും കുറച്ച് നേരം അവിടെ പോയി വെയിലൊക്കെ കാഞ്ഞ് അതൊക്കെ ഞങ്ങളുടെ വീടിൻ്റെ പണി തുടങ്ങും. അപ്പോൾ അടുത്ത വീഡിയോ എന്തായാലും കാണുക. എന്തായാലും 2-3 ദിവസം ഇവിടെ നിൽക്കാനാണ് പ്ലാന്. ഞാനും സൽമയും ഇവിടെ നല്ലൊരു AC പോലത്തെ ഒരു വീടുണ്ടാക്കണം, അതാണ് മെയിനായിട്ടുള്ളൊരു പ്ലാന്. അപ്പോൾ ഓക്കെ, എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഈ തണുപ്പൊന്ന് വിടാനൊരു 1/2 മണിക്കൂർ കഴിയണം. സൽമാ